നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷനില് നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്നതിന് റീസൺ എന്താണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നതിന് കാരണം എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഇവിടെ താൽക്കാലികമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് വന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അതല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ടിലോട്ട് ഈ റിലേഷൻ പോയിട്ടുണ്ടാവാം. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഡെത്ത് കാർഡ് ആയതുകൊണ്ട് തന്നെ ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റീസ്റ്റാർട്ട് എന്തായാലും ഉണ്ടാവും, ഒരു റീബർത്ത് എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റിസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് അവർ ഈ റിലേഷനിൽ ഒരു നിങ്ങൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആവാതെ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അവരിപ്പോ ഒരു തെറ്റിദ്ധാരണയിലാണ് നിൽക്കുന്നത്. അവർ കരുതുന്നത് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് അവര് കാര്യങ്ങളെ ഇപ്പൊ നോക്കിക്കാണുന്നത് എന്നാണ് കാണിക്കുന്നത്. ടെൻ ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ അവരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും കൺഫ്യൂഷനും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവരെ നിങ്ങളുടെ പേഴ്സണെ മറ്റൊരു പേഴ്സണോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ കൊണ്ട് ഇവര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ അവർക്കിപ്പോ അവര് വിചാരിച്ചൊരു പേഴ്സൺ അല്ല നിങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് വന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവര് അതുകൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അവരറിഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അതോ നിങ്ങൾ പറയുന്നതാണോ ശരി എന്നറിയാതെ അവർ കൺഫ്യൂഷനിലാണ്. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് അറിഞ്ഞ അല്ലെങ്കിൽ അവര് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരത്രയധികം വേദനിപ്പിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. തൽക്കാലത്തേക്ക് മാറി നിന്ന് കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് അവരിപ്പോ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് സോൾസ് എനർജിയാണ്. ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു പേഴ്സൺ ഇവിടെ നിങ്ങൾക്കെതിരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് ഈ ഒരു പേഴ്സൺ ആണെന്ന് കാണുന്നുണ്ട്. പല കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കാത്ത പല കാര്യങ്ങളും നടന്നതായിട്ട് പറയുകയും അങ്ങനെ ഒരു പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് അവര് നിങ്ങളുടെ റിലേഷനെ ഏത് രീതിയിലെങ്കിലും തകർക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അവര് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരു വിശ്വാസമുണ്ട്, ഇവർ പറയുന്നത് ശരിയായിരിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ നിങ്ങളോട് അവർ ആ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തത്, അല്ലെങ്കിൽ നിങ്ങളോട് അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ അവർക്ക് പറ്റാത്തത്. അതുകൊണ്ടാണെന്ന് കാണിക്കുന്നത്. അത്രയും വിശ്വാസം നേടിയെടുക്കാൻ ഈ പേഴ്സണ് പറ്റിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. 5 ഓഫ് വാൺസ് എനർജിയാണ്. ഈ പേഴ്സണുമായിട്ടുള്ള സംസാരത്തിൽ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അവര് പറയുന്നത് ശരിയാണെന്നുള്ള ഒരു ചിന്തയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ ചെന്നെത്തിയതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്നത്. ആ ഒരു കാര്യം കൺഫേം ആണോ അല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ മാനസികമായിട്ടൊരു സ്ട്രെസ്ഫുൾ മൈൻഡ് സെറ്റോട് കൂടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹെർമിറ്റ് കാർഡാണ്. അവര് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഡിസിഷൻ എടുക്കണം ഈ റിലേഷനെ കുറിച്ച് എന്നുള്ള ഒരു സ്വയം അവരോട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരിപ്പോ അങ്ങനെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ അവർക്ക് നിങ്ങൾ ടൈം കൊടുക്കുക. നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പോവരുത്.
കാരണം അവര് സ്വയം മനസ്സിലാക്കിയെടുക്കണം എന്താണ് സിറ്റുവേഷൻ, എവിടെയാണ് തെറ്റ് പറ്റിയത്, എന്താണ് പ്രശ്നം, ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത് എന്നുള്ളതൊക്കെ അവര് സ്വയം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അതിന് നിങ്ങൾ ആളെ അനുവദിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോ ചെയ്യേണ്ടത്. അല്ലാതെ അതിന് പുറത്ത് നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്റെ ഭാഗത്തൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ പറയാൻ പോയാൽ കാര്യമില്ല. അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ അവർ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അവർക്ക് എവിടെയാണ് പ്രശ്നം വന്നത്, എവിടെയാണ് സത്യമുള്ളത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. അത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് അവരുടെ ഡിസിഷനിലോട്ട് വരും. ഇവിടെ ഇപ്പോ അവര് പെട്ടെന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവര് പെട്ടെന്ന് അറിഞ്ഞ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തതാണ് അവര്. സത്യത്തില് എന്താണ് സിറ്റുവേഷൻ എന്ന് അവര് മനസ്സിലാക്കിയിട്ടില്ല. അവരൊരു ഈ കാര്യങ്ങൾ അറിഞ്ഞ ആ ഒരു വേദനയിൽ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് അറിഞ്ഞ ആ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ അറിഞ്ഞ വേദനയിൽ അവരൊരു അകൽച്ച വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 9 ഓഫ് സോഴ്സ് എനർജി അവര് അത്രയും പെയിൻഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്കിതൊന്നും സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടാണ് അവരിയ്ക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് അവരിയ്ക്കുന്നത്. അവർക്കിതൊന്നും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല, ഇതൊന്നും അവർക്ക് മനസ്സിലാക്കി എടുക്കാനും പറ്റുന്നില്ല. ആ രീതിയിൽ അവർ തകർന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ഒരു തേർഡ് പേഴ്സൺ ഭയങ്കരമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ ഒരു ഇൻഫ്ലുവൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ തേർഡ് പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ഇവരെ. ഇവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും അതിനുശേഷം ഈ റിലേഷനെ കുറിച്ചൊരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തതായിട്ടാണ് കാണുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ വലിയൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇവരെ മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹാങ്ഡ് മാൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ സ്റ്റെക്കാണ്. എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നറിയാതെ അവർ സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റാണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത്. ദ ഫൂൾ കാർഡാണ് ഇവിടെ കാണിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ ഒരു ശരിയായ വഴി അവർക്ക് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. എന്താണ് ശരിയായ കാര്യം, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, എല്ലാ കാര്യങ്ങളും അവർ തിരിച്ചറിയുന്ന ഒരു ടൈമിലോട്ട് വരും എന്നാണ് കാണിക്കുന്നത്. അതിന് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോ ആ ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് ഈ റിലേഷൻ മാറും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റെക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എല്ലാ പ്രശ്നങ്ങളും മാറി ഈ റിലേഷനിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഹെർമിറ്റ് കാർഡിന്റെ അതേ ഒരു മീനിങ് ആണ് കാണിക്കുന്നത്. അതായത് ഇപ്പോഴവർക്കൊരു സ്പേസ് വേണം, കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സ്പേസ് വേണം. എവിടെയാണ് മിസ്റ്റേക്ക്, എവിടെയാണ് ശരി, ആരാണ് തെറ്റ്, ആരാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സ്പേസ് അവർക്കിപ്പോ വേണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു സ്പേസ് നിങ്ങളിപ്പോ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോ ചെയ്യേണ്ട കാര്യം. ഓക്കെ. ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഒരു ഡാമേജിലാണ് നിൽക്കുന്നത്. എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ പേഴ്സൺ ആണെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സൺ ആണോ നിങ്ങൾ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. രണ്ടുപേരും തകർന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. റിവീൽ എന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ, എന്താണ് ആ നെഗറ്റിവിറ്റി, ആരാണ് ആ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. അത് യൂണിവേഴ്സ് ആയി തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരികയും നിങ്ങൾക്ക് ആ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. കമ്മിറ്റ്മെന്റ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരിക്കാം.
ആള് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, എന്ത് സിറ്റുവേഷനിലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വാക്ക് തന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് അവര് വീണ്ടും തരുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു തിരിച്ചറിവിന് ശേഷം അവർ തീർച്ചയായും തിരിച്ചു വരികയും ഈ റിലേഷൻ മുന്നോട്ടും കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനിലോട്ട് ഇത് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഈ റിലേഷനിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. എല്ലാ കാര്യങ്ങളും തെളിഞ്ഞ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി വരുന്നത് വരെ നിങ്ങളിപ്പോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. യു ആർ റെഡി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അതായത് നിങ്ങൾ പേഴ്സൺ ആ കാര്യങ്ങൾ, അതായത് അവരറിഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ അവരിൽ ഇൻജെക്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി വരുന്ന സമയത്ത് നിങ്ങൾ റെഡി ആയിരിക്കുക അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ചേഞ്ചസ്, അതായത് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവും. ഹാപ്പി മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മാർച്ച്, മെയ് 1991, 2000, ലെറ്റർ ഒ, പൂരുട്ടാതി, സെപ്റ്റംബർ, ഒക്ടോബർ, ഭരണി, തൃക്കേട്ട, വിശാഖം, ഉത്രട്ടാതി, 1995, ലെറ്റർ ആർ, ഉത്രം, 1993, മകം, രോഹിണി, അനീഴം. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.